Hi all, welcome back to World of Commerce. Today I would like to take the third chapter of Plus 2 Accounting, that is Reconstitution of Partnership Business, Admission of a Partner. Let's start our class. What is Reconstitution of Partnership? Reconstitution means change in the existing agreement among partners. നിലവിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചാൽ അതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ദ എഗ്രിമെൻറ്റ് ഈസ് കമ്പൽസറി. ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഏത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനാണെങ്കിലും എഗ്രിമെൻ്റ് കമ്പൽസറിയാണ്. ഈ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നതിനെ പറയുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കേസസ് or different situation which leads to reconstitution of partnership? പാർട്ട്ണർഷിപ്പിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? നിങ്ങൾക്കറിയാവോ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? അഡ്മിഷന്റെ കേസിൽ സംഭവിക്കുക അല്ലേ? അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. എന്താണ് അഡ്മിഷന്റെ കേസിൽ സംഭവിക്കുന്നത്? അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ അനു ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 എന്ന് പറഞ്ഞാൽ അനുവും ബിനുവും പാർട്ട്ണർമാരായിരുന്നു. അവർ 3:2 എന്ന അനുപാതത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് ജിനു ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അവർ ജിനു എന്നു പേരുള്ള പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ കേസിനെ നമ്മൾ പറയുന്നതാണ് അഡ്മിഷൻ. ഈ അഡ്മിഷന്റെ കേസിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റിട്ടയർമെന്റ്. നിലവിലുള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ എയും ബിയും സിയും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി ഡിസൈഡഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ട് റിട്ടയർ ചെയ്യാം. ആരോഗ്യകരമായ പ്രശ്നമാകാം, മറ്റ് പേഴ്സണൽ മാറ്റർ ആകാം. എന്തായാലും റിട്ടയർ ചെയ്താൽ അവിടെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു. എക്സിസ്റ്റിംഗ് എഗ്രിമെന്റിന് ചേഞ്ച് സംഭവിച്ചു. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നിലവിലുള്ള ഒരു പാർട്ട്ണർ മരിച്ചുപോയാൽ അപ്പോഴും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു. ദെൻ ലാസ്റ്റ് വൺ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഒരു അഡ്മിഷനോ റിട്ടയർമെന്റോ ഡെത്തോ ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചാലും, ഇപ്പോൾ ഇതുവരെ 3:2 എന്നുള്ള റേഷ്യോയിലാണ് ചേഞ്ച് ചെയ്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് 4:2 മാറ്റി. അങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് സംഭവിച്ചാൽ അപ്പോഴും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം. മനസ്സിലായി? ഏതൊക്കെ സിറ്റുവേഷനിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ള പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്മിഷന്റെ കേസിൽ, റിട്ടയർമെന്റിന്റെ കേസിൽ, ഡെത്ത് സംഭവിച്ചാൽ ഒരു പാർട്ട്ണറെ, അതുപോലെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ചസ് വന്നാൽ. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിഷനാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് അറിയാവോ? ഇഫ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റിക്വയർ മോർ ക്യാപിറ്റൽ ഓർ അഡീഷണൽ ക്യാപിറ്റൽ, they need additional capital for expansion of the business or diversification of the business. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ ബിസിനസ്സിന്റെ മറ്റു വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടോ അവർക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണമെന്ന് തോന്നിയാൽ ഒരു പുതിയ പാർട്ട്ണറെ കൂടെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. ഇനി ഇഫ് ദേ നീഡ് മാനേജീരിയൽ ഹെൽപ്പ്. നിലവിലുള്ള പാർട്ട്നേഴ്സിന് മാനേജീരിയൽ സ്കില്ല് കുറവാണ്. നല്ല സ്കില്ലുള്ള ഒരു ആളിനെ, മാനേജീരിയൽ സ്കില്ലുള്ള ഒരാളിനെ കൂടെ ബിസിനസ്സിലേക്ക് എടുത്താൽ നല്ലതാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവർക്കൊരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കേസിലാണ് സാധാരണ പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് ന്യൂ പാർട്ട്ണറായിട്ട്. ഏതൊക്കെ കേസിലാണ്? അഡീഷണൽ ക്യാപിറ്റൽ വേണ്ടി വരുമ്പോൾ, അതുപോലെ മാനേജീരിയൽ ഹെൽപ്പ് വേണമെന്ന് തോന്നുമ്പോൾ. ഇനി ഇങ്ങനെ വരുന്ന പുതിയ പാർട്ട്ണറെ ഒരു പേര് വിളിക്കും ഇൻകമിംഗ് പാർട്ട്ണർ. എന്താണ്? ന്യൂ പാർട്ട്ണർ എന്ന് പറയില്ല. ന്യൂ പാർട്ട്ണറെ വിളിക്കുന്ന പേര് എന്താണ്? ഇൻകമിംഗ് പാർട്ട്ണർ. ഇൻകമിംഗ് പാർട്ട്ണർ. This incoming partner gets
ടു റൈറ്റ്സ്. പുതിയ ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വന്നാൽ he is known as incoming partner and he get two rights. What do you mean by rights? അവകാശങ്ങൾ, 2 അവകാശങ്ങൾ കിട്ടും പുതിയൊരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വന്നാൽ. ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. What are the 2 rights? Right to share asset of the business. ബിസിനസിന്റെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം. Then right to share profit of the business, excess profit of the business. ബിസിനസ്സിൽ അധികമായി വരുന്ന ലാഭത്തിന്റെ വിഹിതം കിട്ടാനുള്ള അവകാശം. പുതിയതായി വരുന്ന പാർട്ട്ണർക്ക്, അതായത് ഇൻകമിംഗ് പാർട്ട്ണർക്ക് 2 റൈറ്റ്സ് ആണ് കിട്ടുന്നത്. റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദി ബിസിനസ്, അതുപോലെ റൈറ്റ് ടു ഷെയർ ദ എക്സസ് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. ഇനി in order to get the right to share the asset of the business, he should bring in a certain amount as capital. ഫസ്റ്റ് റൈറ്റ് കിട്ടണമെങ്കിൽ, അസറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം കിട്ടണമെങ്കിൽ he should bring in a fixed amount as capital. ക്യാപിറ്റൽ കൊണ്ടുവരണം ബിസിനസ്സിലേക്ക്. ഒരു ഫിക്സഡ് എമൗണ്ട് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അസറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം കിട്ടുകയുള്ളൂ. എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. In order to get the right to share the excess profit of the business, he should bring in a certain amount as his share of goodwill. ഇനി എക്സസ് പ്രോഫിറ്റിന്റെ പങ്ക് കിട്ടണമെങ്കിൽ ഈ വരുന്ന ഇൻകമിംഗ് പാർട്ട്ണർ ഒരു ഫിക്സഡ് എമൗണ്ട് ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവരണം. ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവരുന്ന എമൗണ്ടിനെ ഒരു പേര് വിളിക്കും പ്രീമിയം. എന്താണ്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം കിട്ടാൻ ഒരു ഫിക്സഡ് ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. 2 റൈറ്റ് പഠിക്കണം. ഈ ഷെയർ ഓഫ് ഗുഡ്വില്ലിനെ വിളിക്കുന്ന പേര് പ്രീമിയം ആണെന്നും ഓർത്തിരിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് in case of admission of a partner. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അഡ്മിഷന്റെ കേസിലെ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ് ആകാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന ഇൻഫർമേഷൻസ് നന്നായിട്ട് കെയർ ചെയ്ത് പഠിക്കുക. ഓക്കെ. അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് പ്രധാനമായിട്ട് ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ മീൻസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പാർട്ട്ണർ വന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ന്യൂ റേഷ്യോ. പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പഴയ റേഷ്യോ ആയിരിക്കും, അതിനെ ഓൾഡ് റേഷ്യോ എന്ന് വിളിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ടേംസ് മാത്രം. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് മാത്രം ഇവിടെ ഓർത്തിരിക്കുക. കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, ദെൻ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, ദെൻ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിന്റെ വാല്യൂ കണക്കാക്കുക. ഫോർത്ത് വൺ, റീവാല്യുവേഷൻ ഓഫ് അസറ്റ്. നിലവിലുള്ള അസറ്റിന്റെ എല്ലാം വാല്യൂ ഒന്നും കൂടെ വാല്യൂ ചെയ്യുക, റീവാല്യൂ ചെയ്യുക. റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എല്ലാം ഒന്നും കൂടെ അസസ് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് accumulated profits and reserves. പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് നിലവിലുള്ള പ്രോഫിറ്റിന്റെ പങ്ക് വല്ലതും ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ അതിൽ അവകാശമുള്ളൂ. അതുപോലെ റിസർവ് ഉണ്ടെങ്കിൽ പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പുള്ള റിസർവിൽ അവകാശം ഓൾഡ് പാർട്ട്നേഴ്സിനേ ഉള്ളൂ, അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എല്ലാവരും ഒന്ന് പഠിച്ച്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, then calculation of sacrificing ratio, then valuation of goodwill, then revaluation of asset and reassessment of liabilities, then adjustment of capital, then distribution of accumulated profits and reserves. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ ഓരോന്നും പഠിച്ചു കഴിയുമ്പോൾ ചാപ്റ്റർ വൈൻഡപ്പ് ആകും. ഓക്കെ, ഇനി അഡ്മിഷന്റെ കേസിലുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മീൻസ് ദ റേഷ്യോ ആഫ്റ്റർ ദ അഡ്മിഷൻ ഓഫ് ഇൻകമിംഗ് പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ വന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയാണ് ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ദർ ഇസ് നോ സ്പെഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദിസ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ കാണാൻ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. നിലവിലുള്ള പാർട്ട്ണർമാരിൽ നിന്ന് എങ്ങനെയാണ് വരുന്ന പാർട്ട്ണർ ഷെയർ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ. അല്ലാതെ നമ്മൾ അതിനൊരു ഇക്വേഷൻ കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ പ്രത്യേകത ഇത് ചെയ്യുമ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കണം. ഹൗ ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. നിലവിലുള്ള പാർട്ട്നേഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഷെയർ വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ന്യൂ റേഷ്യോ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ്. sharing profit and losses in the ratio of 3:2. They decided to admit Z to the partnership. For 1/5 share. Calculate ന്യൂ റേഷ്യോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ക്വസ്റ്റ്യൻ ആദ്യം നന്നായി വായിച്ചു നോക്കുക. ഇവിടെ എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സും വൈയും പാർട്ട്നേഴ്സ് ആയിരുന്നു, ഓൾഡ് പാർട്ട്നേഴ്സ്. എക്സ് ആൻഡ് വൈ ഓൾഡ് റേഷ്യോ 3:2. They decided to admit Z into the partnership. ഇവിടെ ഇൻകമിംഗ് പാർട്ട്ണർ Z ആണ്. For 1/5 ഷെയർ, 1/5 ഷെയർ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഇസഡിനെ അഡ്മിറ്റ് ചെയ്തത്. ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ ഇൻഫർമേഷൻ, വേറെ ഒന്നുമില്ല. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ദെൻ ഇസഡ്സ് ഷെയറും തന്നിട്ടുണ്ട്. 1/5, വേറെ ഇൻഫർമേഷൻ ഇല്ല. നമ്മളോട് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോ എടുത്തെഴുതി 3:2, ദെൻ അതിനെ ഫ്രാക്ഷൻ രൂപത്തിലാക്കുക. 3:2 ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെ വരും? 3 + 2 ഡിനോമിനേറ്റർ ആയിട്ട് 5 വരും. 3/5 2/5. ക്ലിയർ ആയല്ലോ? ആദ്യം ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഓൾഡ് റേഷ്യോ എഴുതി അതിനെ ഫ്രാക്ഷൻ രൂപത്തിലാക്കി. ദെൻ ഇസഡ് ഷെയർ എത്രയാണെന്ന് നോക്കുക, 1/5. 1/5 ഷെയർ ഇസഡിന് പോയാൽ ഒരു കിട്ടുന്ന പ്രോഫിറ്റിന്റെ 1/1 ഇസഡിന് കൊടുക്കും. ബാക്കിയുള്ളതാണ് ഇവർ ഷെയർ ചെയ്യേണ്ടതിന്. 1/1 പോയാൽ ബാക്കി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. റിമൈനിങ് എന്ന് പറയും, ബാലൻസ്. റിമൈനിങ് എത്ര ഉണ്ട്? 5/1 പോയാൽ ബാക്കി 5/4. ഒരു കിട്ടുന്ന ലാഭത്തിനെ 5 ഭാഗിച്ചതിൽ ഒരു ഭാഗം ഇവിടെ പോയി, 5/1 ഇസഡിന് പോയി. റിമൈനിങ് എത്ര ഉണ്ട്? 5/4. 5-ൽ നിന്ന് 1 പോയാൽ ബാക്കി 5/4. മനസ്സിലായോ? ടോട്ടൽ എന്ന് പറയുന്നത് 5/5 ആണ്. അതിൽ നിന്ന് 5/1 പോയി, ബാലൻസ് 5/4. ദെൻ ഇനി ഓരോരുത്തരുടെ ന്യൂ റേഷ്യോ നോക്കുക. ഈ റിമൈനിങ് ആയ 4/5 ഈ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്താണ് അവരെടുക്കുന്നത്. അപ്പോൾ ആരാണ് ആദ്യത്തെ പാർട്ട്ണർ? എക്സ് ന്യൂ ഷെയർ.
എങ്ങനെ കണ്ടുപിടിക്കാം? റിമൈനിങ് ആയ 4/5 ഇൻറ്റു ഓൾഡ് റേഷ്യോ 3/5. കണ്ടോ, റിമൈനിങ്ങിനെ ഓൾഡ് റേഷ്യോ കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റിമൈനിങ് ആയ 4/5ന്റെ 3/5 ആർക്ക് കിട്ടും? എക്സിന് കിട്ടും. ഇത്രയും ഒന്നും നിങ്ങൾ തിങ്ക് ചെയ്യണ്ട. ഇങ്ങനെയുള്ള കേസാണെങ്കിൽ റിമൈനിങ് കണ്ടുപിടിക്കുക. റിമൈനിങ്ങിനെ ഓൾഡ് റേഷ്യോ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആദ്യത്തെ പാർട്ട്ണറുടെ ന്യൂ ഷെയർ കിട്ടി 12/25. ദെൻ വൈസ് ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? റിമൈനിങ് ആയ 4/5 ഇൻറ്റു വൈയുടെ ഓൾഡ് റേഷ്യോ ആയ 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/25. ഓക്കെ, ഇപ്പം നമുക്ക് എക്സിൻ്റെ ഷെയർ 12/25 കിട്ടി, വൈയുടെ ന്യൂ ഷെയർ 8/25 കിട്ടി. ഇസഡിൻ്റെ ഓൾറെഡി 1/5ലാണ് കിടക്കുന്നത് അല്ലേ? ഇസഡിൻ്റെ ഷെയർ എങ്ങനെയാണ് കിടക്കുന്നത്? 1/5 ആണ്. നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതണമെങ്കിൽ എല്ലാ സംഖ്യകളുടെ എല്ലാ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആയെങ്കിലേ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ സാധിക്കൂ. ഈ 1/5നെ നമ്മൾ എന്തിലാക്കണം? 25ൽ കൊണ്ടുവരിക. അതിനിവിടെ 5നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. ആ 5 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്യണം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂവിൽ വേരിയേഷൻ വരും. ഇവിടെ നമ്മൾ ആൻസർ 5/25. എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ 5/25 ആക്കിയത്? ഓക്കെ, ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ 25 ആയതുകൊണ്ട് നമ്മൾ ഈ 5നെയും 25 ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ന്യൂ റേഷ്യോ എങ്ങനെ വരും? 12/25 ഈസ് ടു 8/25 ഈസ് ടു 5/25. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഈസ് ടു 8 ഈസ് ടു 5. ഇതാണ് ന്യൂ റേഷ്യോ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. ഇങ്ങനെ 1/5 ഷെയർ ഓർ 1/6 1/7 ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം റിമൈനിങ് കണ്ടുപിടിക്കുക, ന്യൂ പാർട്ട്ണറുടെ ഷെയർ എഴുതുക, ദെൻ റിമൈനിങ് കണ്ടുപിടിക്കുക. റിമൈനിങ്ങിനെ ഓൾഡ് റേഷ്യോ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഓരോരുത്തരുടെയും ന്യൂ റേഷ്യോ കിട്ടും, ന്യൂ ഷെയർ കിട്ടും. റേഷ്യോ ആയിട്ട് എഴുതാൻ വേണ്ടി ഡിനോമിനേറ്റർ കോമൺ ആക്കിയതിന് ശേഷം റേഷ്യോ ആയിട്ട് എഴുതുക. ക്ലിയർ ആയല്ലോ? നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. A and B are partners. Sharing profit and losses in the ratio of 3:2. They decided to admit C into the partnership for 3/10 share, which he acquires two by 10 from A and 1/10 from B. Calculate new ratio. Question ഒന്ന് ശ്രദ്ധിച്ചേ. A and B are partners sharing profit and losses in the ratio of 3:2. എയും ബിയും പാർട്ട്ണർമാരായിരുന്നു. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന റേഷ്യോ 3:2. ഓൾഡ് പാർട്ട്നേഴ്സ്, ഓൾഡ് റേഷ്യോ. Then they decided to admit C into the partnership for 3/10 share. അവർ സിയെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തു, 3/10 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ റിമൈനിങ് കണ്ടാൽ മതിയായിരുന്നു. 3/10 പോയാൽ ബാക്കി 7/10 ഇവർ ഷെയർ ചെയ്തെടുത്തേനെ. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ 3/10 വിച്ച് ഹി അക്വയേഴ്സ് 2/10 ഫ്രം എ. എയിൽ നിന്ന് 10ൽ 2 സ്വീകരിക്കുന്നു. ദെൻ 1/10 ഫ്രം ബി. ബിയിൽ നിന്ന് 10ൽ 1 സ്വീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇൻകമിംഗ് പാർട്ട്ണർ ഷെയർ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ന്യൂ റേഷ്യോ എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഇവിടെ എങ്ങനെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഓൾഡ് റേഷ്യോ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3:2. ദെൻ അതിനെ ഫ്രാക്ഷൻ ആക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5:2/5. ഫ്രാക്ഷൻ ആക്കാൻ അറിയാലോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് ഈ 5 വന്നത്. 3/5:2/5. ദെൻ സീസ് ഷെയർ, ന്യൂ പാർട്ട്ണറായ സിയുടെ ഷെയർ എത്രയാണെന്ന് നോക്കുക.
3/10. ഇത് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അവർ സ്വീകരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? എയിൽ നിന്ന് 10ൽ 2 സ്വീകരിക്കുന്നു. 2/10 ഫ്രം എ. അപ്പോൾ എയുടെ ന്യൂ ഷെയർ എങ്ങനെ കിട്ടുമെന്ന് നോക്കുക. എസ് ന്യൂ ഷെയർ ഓൾഡ് ഷെയർ ആയ 3/5 ഓൾറെഡി ഉള്ള ഓൾഡ് ഷെയറിൽ നിന്ന് എത്ര സിക്ക് കൊടുക്കണം? 2/10 കൊടുക്കണം. ആ ഉള്ള ഷെയറിൽ നിന്ന് 2/10 സിക്ക് പോകുന്നു. അത്രയും കൊടുക്കുന്നത് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതാണ് എയുടെ ന്യൂ ഷെയർ. മനസ്സിലായോ? ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തത്? ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ന്യൂ പാർട്ട്ണറായ സി അക്വയേഴ്സ് 2/10 ഫ്രം എ. എയിൽ നിന്ന് 2/10 സ്വീകരിക്കുന്നു. അപ്പോൾ എക്ക് ഉള്ളതിൽ നിന്ന് ആ കൊടുക്കുന്ന 2/10 നമ്മൾ മൈനസ് ചെയ്യുന്നു. ഫ്രാക്ഷനെ മൈനസ് ചെയ്യാൻ കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഡിനോമിനേറ്റർ കോമൺ ആക്കണം. ഈ 10 ആണ് ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എടുത്താൽ ഇവിടെ ഈ 5നെയും 10 ആക്കാൻ നമ്മൾ 2 വെച്ച് ഇൻറ്റു ചെയ്തു. ആ 2 വെച്ച് തന്നെ മുകളിലും ഇൻറ്റു ചെയ്യണം. ഏത് സംഖ്യ ഏത് ഫ്രാക്ഷനെ ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂവിൽ വേരിയേഷൻ വരും. ഇതെല്ലാം കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 6/10 മൈനസ് 2/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/10. അപ്പോൾ എയുടെ ന്യൂ ഷെയർ കിട്ടി. ഇനി ബീസ് ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? ബീസ് ന്യൂ ഷെയർ, ബിയുടെ ഓൾഡ് ഷെയർ എത്രയാണെന്ന് നോക്കണം. ബിയുടെ ഓൾഡ് റേഷ്യോ ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട് 2/5. അതിൽ നിന്ന് ബി എത്രയാണ് സിക്ക് കൊടുക്കുന്നത് നോക്കുക. 1/10 സിക്ക് കൊടുക്കുന്നുണ്ട്. അത് മൈനസ് ചെയ്യുക. സിക്ക് കൊടുക്കുന്നത് മൈനസ് ചെയ്താൽ ബാലൻസിങ് ഫിഗർ എത്ര വരും? ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 10 ആക്കണം. then 10 that is equal to 4/10 minus 1/10 that is equal to 3/10. ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ എസ് ന്യൂ റേഷ്യോ 4/10 എന്നാണ് ഷെയർ കിട്ടിയത്. ഇവിടെ 3/10 ആണ് കിട്ടിയത്. ഓൾറെഡി സിയുടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3/10 ആണ് സിയുടെ ഷെയർ തന്നിട്ടുണ്ട്. ദെൻ ന്യൂ റേഷ്യോ എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 4/10 ഈസ് ടു 3/10 ഈസ് ടു സിയുടെ ഷെയർ ആയ 3/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4:3:3. കണ്ടോ? ഇവിടെ ന്യൂ റേഷ്യോ കണ്ടോ? മറ്റൊരു മെത്തേഡിലാണ്. അതായത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ന്യൂ റേഷ്യോ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റിലെ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്നത് ചെയ്തു പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.